മുണ്ടൂർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മൈലംപുള്ളിയിലെ സെമിത്തേരിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംസ്കാരം. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് അലന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, ഈ പൊതുദർശനമൊക്കെ ഉണ്ടോ? അജിം സർ, ഇപ്പോൾ രാവിലെ ഏതാണ്ട് 8 മണി 8:30 കൂടി അലന്റെ മൃതദേഹം ഇവിടെയുള്ള കയറങ്കോടുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഞെട്ടലിലാണ് നാട്ടുകാരുള്ളത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ചും ആളുകൾക്കൊക്കെ ഇപ്പോഴും ഈ ഒരു മരണം, ഈ ഒരു സംഭവം വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് അലൻ ഇവിടേക്ക് അവധിക്ക് എത്തിയത്. അമ്മയുടെയും അച്ഛന്റെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയാണ് അലൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് തിരിച്ചു പോകേണ്ടിയിരുന്ന കുട്ടിയാണ്. പക്ഷേ വിധി മറ്റൊന്നായി പോയി എന്നുള്ളതാണ്. അത് വലിയ ഞെട്ടലാണ് നാട്ടുകാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം വേറെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അമ്മയ്ക്ക് ഈ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അമ്മ വിജി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ അമ്മയെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പക്ഷേ അത് സാധ്യമാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അമ്മയ്ക്ക് കാര്യമായ പരിക്കുകളുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാകും എന്നുള്ളതുകൊണ്ട് ആ ഒരു തീരുമാനം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും വലിയ വേദനയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഏതായാലും കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ മൃതദേഹം ഇവിടെ നിന്നും മൈലംപുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളിയിൽ സെമിത്തേരിയിൽ സംസ്കരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതേസമയം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും വലിയ രീതിയിലുള്ള പരാതിയുണ്ട്. വലിയ രീതിയിലുള്ള ദേഷ്യം നാട്ടുകാർക്ക് ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. വനം വകുപ്പിനെതിരെ ആണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ മേഖലയിൽ ഒരു 3 ആനകൾ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പ് ഈ ആനകളെ കൃത്യമായി നിരീക്ഷിച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ആന ഇവിടെ എത്തിയ കാര്യം ഈ അലന്റെ അമ്മയും അറിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരിത് അറിയാതെയാണ് ഇതുവഴി നടന്നു വരികയും ആനയുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തത്. അത് വലിയ രീതിയിലുള്ള ദേഷ്യം, ഒരു വിഷമം നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഇത് നിരന്തരം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കാലങ്ങളായി ഇവർ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അധികൃതരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയുന്നത് പോലെ അലന്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ വളരെ മോശമാണ്. അലന്റെ വീട് ഉൾപ്പെടെ ഇവിടെ 10-14 വീടുകളുണ്ട് ഈ ഒരു മേഖലയിൽ മാത്രം. ഇങ്ങോട്ട് കാര്യമായ വെളിച്ചമില്ല, നല്ല വഴിയില്ല, ഒരു വാഹനത്തിന് കൃത്യമായി പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ അധികൃതർക്ക് പലതവണയായി പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വകുപ്പുകൾ മാറി മാറി പോകുന്നു എന്നല്ലാതെ ആരും കാര്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രം അധികൃതർ ഇങ്ങോട്ട് വരുന്നു, ഇവർക്ക് ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകി മടങ്ങുന്നു എന്നല്ലാതെ ഈ ഉറപ്പിന്മേൽ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഉച്ചയ്ക്ക് 1 മണി കൂടിയോടുകയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അലന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും.